നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കൊപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ ആദ്യ പാദത്തിൽ 4 ഗോളുകൾക്കാണ് FC ബാഴ്സലോണ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പൊട്ടി തകർന്നിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ പറയുന്ന പോലെ ബാഴ്സ കൊള്ളയപ്പെട്ടു. ബാഴ്സക്ക് അനുകൂലമായിട്ട് അല്ല റഫറി ബാഴ്സക്ക് പ്രതികൂലമായിട്ട് നിന്നു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥമുണ്ടോ? ആ ഒരു ഡിസലൗഡ് ഗോള് അത് ഇനിയിപ്പോൾ ഗോളായിരുന്നെങ്കിലും കളി മാറി മറിയുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു വാദത്തിൻ്റെ പുറകിലെ കാര്യം എന്താണ് നമ്മളതാണ് നോക്കുന്നത്. ശരിയാണ്, ബാഴ്സ വളരെ മോശമായിട്ടുള്ള പ്രകടനം തന്നെയാണ് നടത്തിയത്. ബാഴ്സലോണ ഓഫുള്ളായിരുന്നു, ഒരു സംശയമൊന്നുമില്ല. പക്ഷേ രണ്ടാം പകുതിയിൽ രണ്ടാം പാദത്തിൽ, അതായത് ക്യാമ്പ് നൗവിൽ വരുന്ന രണ്ടാം പാദത്തിൽ തിരികെ വരാനുള്ള അവസരം ആ ഗോള് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നേനെ. അതാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത്. അബ്സല്യൂട്ട്ലി ഇതിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറയേണ്ടി വരും. റഫറി ഫെയർ റഫറിങ് ആയിരുന്നുവോ? ആ റെഡ് കാർഡ് ഒരു 30 മിനിറ്റൊക്കെ സമയമുള്ളപ്പോൾ കൊടുക്കേണ്ട റെഡ് കാർഡ് ഉണ്ടായിരുന്നല്ലോ, അത് കൊടുക്കാതെ വന്നു. അപ്പോൾ ഒരു 30 മിനിറ്റ് സമയം ബാക്കി 10 പേരായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കുകയായിരുന്നെങ്കിൽ, ഈ ഗോളൊക്കെ അടിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സ്കോർ ലൈനൊക്കെ മാറി മറിഞ്ഞേനെ. 4-0 എന്നുള്ളത് 4-2 4-3 ഒക്കെ ആയിരുന്നെങ്കിൽ രണ്ടാം പാദത്തിൽ ബാഴ്സലോണക്ക് തിരികെ വരാൻ കൂടുതൽ അവസരമായിരുന്നേനെ. അത് നശിപ്പിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് ഈ റോബ്ഡ് എന്നുള്ള ഈ ഒരു വാദഗതി വരുന്നത്. റഫറിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം, ഒന്ന് മാർക്കോസ് ലോറന്റെക്കെതിരെ ഒരു കാർഡ് കൊടുക്കേണ്ടതായിരുന്നു, നോ ക്ലിയർ റെഡ് കാർഡ്. അതുപോലെ തന്നെ കുബാർസിയുടെ ഗോള് ഡിസലവ് ചെയ്തത്, ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ഗോൾ എന്നുള്ളത്. അതുപോലെ തന്നെ ഹുലിയാനോ സിമിയോണിക്ക് റെഡ് കാർഡ് കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ള വാദമുണ്ട്. സോ നോ റെഡ് കാർഡ് ടു ഹുലിയാനോ സിമിയോണി. ദെൻ എറിക് ഗാർഷ്യക്ക് റെഡ് കാർഡ് കൊടുക്കുകയും ചെയ്തത് റോങ് ഡിസിഷൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടാണ് റോബ്ഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിലെ കാര്യം അതാണ്. 10-30 മിനിറ്റൊക്കെ ഉള്ള സമയത്ത്, ബാക്കിയുള്ള സമയത്ത് എതിരാളി ഒരു ആളുടെ എണ്ണം കുറയുകയായിരുന്നെങ്കിൽ ബാഴ്സക്ക് അത് മുതലെടുക്കാമായിരുന്നു. പിന്നെ ഈ ഒരു ഗോള് അനുവദിക്കപ്പെടുകയും അങ്ങനെ എതിരാളികളുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഗോൾ അടിക്കാനൊക്കെ കഴിയുന്നതായിരുന്നെങ്കിൽ ഒരു 4-2 4-3 ഒക്കെ ആണെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് രണ്ടാം പാദത്തിന് ഉണ്ടാവുമായിരുന്നേനെ. ഇതിപ്പോൾ 4 ഗോൾ തിരികെ അടിക്കണം, ഒന്നും ഇങ്ങോട്ട് കിട്ടാതിരുന്നാൽ 4 തിരികെ അടിക്കണം, എന്നിട്ട് പിന്നെ വിജയിച്ചും കാരണം ക്യാമ്പ് നൗവിൽ. അതൊക്കെ നടക്കുമോ എന്നുള്ളതാണ്. രണ്ടാം പാദത്തിൽ തിരികെ വരാനുള്ള ബാഴ്സയുടെ സാധ്യതകളാണ് ഇവിടെ മങ്ങപ്പെട്ടിരിക്കുന്നത്. ഈ കളി തോറ്റു എന്നുള്ളതല്ല റോബ്ഡ് എന്ന് പറയുന്നത്, രണ്ടാം പാദത്തിൽ തിരികെ വരാനുള്ള സാധ്യത കൂടി ഇല്ലാതെയാക്കി എന്നുള്ളത് കൊണ്ടാണ് ആ വാദം ഉയരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.